പക്ഷെ എനിക്ക് സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ്, കാരണം ഞാൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാ ഡാൻസിൽ, അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഷോ വരുന്നുണ്ട് തലേന്ന് 2 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കയറുന്നത് എനിക്കത് ഒരു എത്തിക്കലി അത്ര ശരിയായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനത് ചെയ്യാൻ പോകാറില്ല. അത് പാട്ടുകാർക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അതായത് വെച്ചാൽ ഇപ്പൊ ഞാനത് പണ്ട് യൂത്ത് ഫെസ്റ്റിവൽ എടുപ്പ് ദീപ്തിയുടെ സീനിയേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാനൊക്കെ എന്ന് പറയുന്നത് പറമ്പിൽ കളിച്ചുകൊണ്ട് നിന്നിട്ട് അല്ലെങ്കിൽ നിന്ന വേഷത്തിലൊക്കെ ഓടിപ്പോയി ലളിതഗാനം വിളിക്കുമ്പോൾ ഓടിപ്പോയി പാട്ടുപാടി തിരിച്ചിറങ്ങി വരും. ഇവർക്ക് എത്ര മണിക്കൂർ മുമ്പ് ഈ മേക്കപ്പ് ചെയ്യുന്നതെന്നറിയാം. അതായത് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫുഡൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊടാതെ ഇങ്ങനെ വാരി കൊടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോ വിചാരിക്കും, ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഷോയ്ക്ക് പോകുമ്പോ തന്നെ ഇപ്പൊ ദീപ്തിയുടെ ഡാൻസ് ഉണ്ടെങ്കിൽ ശരിക്കും അതാണ്. അതായത് എനിക്കൊരു അതായത് ഹോട്ടലിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 7:30 ആകുമ്പോഴേ ബെഡിൽ നിന്ന് തന്നെ എണീക്കുള്ളൂ. എനിക്ക് അത്രയും സമയം. പക്ഷെ അതേസമയം ദീപ്തിക്ക് 8 മണിക്ക് അവിടെ എത്തണമെങ്കിൽ 6 മണി 5:30 തുടങ്ങും. ആ കാര്യത്തിൽ എനിക്ക് ഇവരുടെ അടുത്ത് ഭയങ്കര അസൂയാണ് കേട്ടോ. കാരണം നമുക്ക് വന്ന് ഉച്ച കഴിയുമ്പോഴേ ലഞ്ച് കഴിച്ചു കഴിയുമ്പോഴേ നമ്മൾ തുടങ്ങും ഇതെല്ലാം. കാരണം അത്രയും നേരത്തെ എഫേർട്ട് എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റത്തെ പെർഫോമൻസ്. ഇനിയിപ്പോ 1 മണിക്കൂറാണെങ്കിലും നമ്മൾ അത്രയും മണിക്കൂറുകൾ അതിന്റെ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റേജിലുള്ള 2.5 മണിക്കൂർ 2.5 മണിക്കൂർ ഇവര് മറ്റേ ഇതുണ്ടല്ലോ ചേട്ടന് ഈ ഇടയ്ക്ക് വെച്ച് മറ്റേ ഇടയ്ക്കല്ല ഇപ്പോഴും ഉണ്ട് സ്മാർട്ട് വാച്ച് ഉണ്ട്. അപ്പോ ഏതോ ഒരു പ്രോഗ്രാമിന് ചേട്ടൻ സ്മാർട്ട് വാച്ചിങ് വർക്ക്ഔട്ടിന് യൂസ് ചെയ്യുന്നതാ. ഒരു 3 പാട്ട് പാടിയിട്ട് ഇറങ്ങി വരുമ്പോ കൺഗ്രാറ്റുലേഷൻസ് ഡൈനമിക് വർക്ക് പാടിയിട്ട് ഇറങ്ങി വരുമ്പോ 2 മണിക്കൂർ നമുക്ക് രക്തം വെള്ളമാണ്. അത് ശരിയാ.